പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, വചനദീപ്തി ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും ദൈവത്തിൻ്റെ വചനം എത്തിക്കുവാൻ വചനദീപ്തി എന്ന ഈ ഒരു ശുശ്രൂഷയിലൂടെ അനേക ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനം എത്തിക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും സ്നേഹവും കരുതലും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. വീണ്ടും ഒരു ക്രിസ്മസിൻ്റെ കാലഘട്ടം നമ്മളെ തേടി വരികയാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഏറ്റെടുക്കുന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാകുന്ന ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ കൃപയും കരുണയുമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലേക്ക് വഴി നടത്തിയത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാം. ഇന്ന് ഒരു ക്രൈസ്തവ വിശ്വാസികൾ മാത്രമായി ഈ ഒരു സന്തോഷത്തെ ഏറ്റെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലോകം മുഴുവനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ ഈ സദ്വാർത്ത ജനം അല്ലെങ്കിൽ ലോകം തിരിച്ചറിയാതെ കടന്നു പോകുന്നതിൻ്റെ ഒരു വേദന ഉള്ളിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു സത്യത്തെ ഒരു ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ച് ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ ഒരു പ്രതിഫലനത്തെ ലോകം ഏറ്റെടുക്കാതെ കടന്നു പോകുന്നതിൻ്റെ ഒരു വേദന ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ലോകം ഇന്ന് ആഘോഷത്തിൻ്റെ തിമിർപ്പിലൂടെ കടന്നു പോവുകയാണ്. വർണ്ണ കാഴ്ചകളും നിരവധിയായ നക്ഷത്ര വിളക്കുകളും നിരവധി ദീപാലങ്കാരങ്ങളുമൊക്കെയായി ലോകം ഒരു സന്തോഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഈ കാലഘട്ടവും ഒരു ആഘോഷമാക്കുവാൻ ലഭിച്ചതിൻ്റെ സന്തോഷം ഏറ്റെടുത്ത് എന്തിനേറെ പറയുന്നു, പലതരത്തിലുള്ള ആഘോഷങ്ങളിൽ ഇത് ഒതുങ്ങിപ്പോവുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം എന്താണ് ഇതിലൂടെ അർത്ഥമാക്കുക എന്ന് നമുക്കൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ, യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം ഒരു 600 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം ലോകത്തോട് ഇങ്ങനെ സംസാരിച്ചു. ഒരു പ്രവചനം കടന്നു വരികയാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനം ഒരു വലിയ മഹത്തായ പ്രകാശം കണ്ടു എന്നാണ് വചനം വ്യക്തമാക്കുക. അതിങ്ങനെ തുടരുകയാണ്. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഒരു പ്രകാശം കണ്ടു എന്ന് വചനം വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ ജനമേ, ഈ കാലഘട്ടം എന്ന് പറയുക യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമായി മാറുകയാണ്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 1:4 വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. മനുഷ്യരുടെ വെളിച്ചമായ യേശുക്രിസ്തു വീണ്ടും വരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ ആ ജീവനിലേക്ക്, നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഹൃദയത്തിൽ ജനിക്കുന്ന അനുഭവം ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. യെശയ്യാ പ്രവചിച്ച വെളിച്ചം യേശുക്രിസ്തുവായിരുന്നു. സൃഷ്ടാവായ ദൈവമായിരുന്നു അവൻ. ജനത്തിൻ്റെ അന്ധകാരം മാറ്റുവാൻ മാത്രമല്ല, പാപത്തിൻ്റെ അടിമത്വം പോലും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിമറിക്കുവാനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത്. പക്ഷെ ജനം യേശുവിനെ തിരസ്കരിച്ചു എന്നാണ് വചനം വ്യക്തമാക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അന്ധകാരമുണ്ടെങ്കിൽ, ചില വേദനകളുണ്ടെങ്കിൽ, ചില പ്രതികൂലങ്ങളുണ്ടെങ്കിൽ, ചില സങ്കടങ്ങളുണ്ടെങ്കിൽ, ഇന്ന് ആ മേഖലകളിലേക്ക് യേശുക്രിസ്തുവാകുന്ന പ്രകാശം കടന്ന് വരണം. കാരണം സമാധാനത്തിൻ്റെ പ്രഭുവാണ്
യേശുക്രിസ്തു എന്ന് വചനം വ്യക്തമാക്കുന്നു. ഇന്ന് സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ സമാധാനത്തിൻ്റെ രാജാവായ ക്രിസ്തു നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരണം. അതുകൊണ്ടാണ് സെൻറ്റ് പോളിന് ലഭിച്ച ഒരു വലിയ ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വെളിപ്പാടിൽ നിന്നുകൊണ്ട് സെൻറ്റ് പോൾ സംസാരിക്കുകയാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കാല സമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. ലോകത്ത് ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ചില ബയോളജിക്കൽ നീഡ്സ് ഉണ്ട്. എന്നാൽ സ്ത്രീയിൽ നിന്നും മാത്രമായി ഒരു വ്യക്തി ഈ ലോകത്ത് ജനിക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്ലാനിൽ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൻ്റെ പ്രവചനം പൂർത്തീകരിച്ച് സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്നുള്ള പ്രവചനത്തെ പൂർത്തീകരിച്ചുകൊണ്ട് ഒരു മംഗളവാർത്ത ഉൽപ്പത്തി 3:15 ദൈവം പ്രഖ്യാപിച്ചുവെങ്കിൽ ആ പ്രഖ്യാപിച്ച മംഗളവാർത്തയുടെ പൂർത്തീകരണം ഗലാത്യ 4:4 സ്ത്രീയിൽ നിന്നും ജാതനായി യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരികയാണ്. സകല പ്രവചനങ്ങളെയും പൂർത്തീകരിച്ചുകൊണ്ട് നമുക്കറിയാം, ഏശയ്യാ 7:14 യുവതി ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കുമെന്നും അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണമെന്നുമുള്ള ദൈവത്തിന്റെ വചനം. പിന്നീട് മത്തായിയുടെ സുവിശേഷം 1:21 ആ പ്രവചനം പൂർത്തീകരിച്ചുകൊണ്ട് അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവൻ യേശു എന്ന് പേരിടണം, ജനത്തെ പാപത്തിൽ നിന്നും അവൻ മോചിപ്പിക്കുമെന്ന് പറയുകയാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുക പാപത്തിൻ്റെ മോചനമാണ്. ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരികയാണ്. ഇന്നും ജനം അന്ധകാരത്തിലൂടെ കടന്നു പോകുന്നു. യെശയ്യാ പ്രവാചകൻ വിലപിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ആ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. ആകാശമേ കേൾക്ക്, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, പക്ഷേ അവരെന്നെ മറുതലിക്കുന്ന ഒരു കാലഘട്ടം. ജനം ദൈവത്തെ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രശ്നം അറിവില്ലായ്മയാണ്. ബൈബിള് പറയുന്ന ഹോസിയ പ്രവചനം 4:6 എൻ്റെ ജനം നശിക്കുന്നതിൻ്റെ കാരണം അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്. ഇന്ന് ദൈവത്തെ അറിയാൻ പറ്റുന്നില്ല, ദൈവത്തെ നമുക്ക് കൂട്ടിമുട്ടുവാൻ പറ്റുന്നില്ല എന്നൊരു സത്യത്തെ നിങ്ങൾ തിരിച്ചറിയണം. കാരണം കാളെ അറിയുന്നുണ്ട്, കഴുത അറിയുന്നുണ്ട്, പക്ഷെ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ബേത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ പിറന്നു വീണ ഒരു ജീവനുള്ള ദൈവത്തെ കൂട്ടിമുട്ടുവാനോ അറിയുവാനോ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ക്രിസ്മസും നമ്മുടെ ഈ ആഘോഷവും ഒക്കെ വെള്ളത്തിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. കാള നോക്കി നിൽക്കുന്നതും കഴുത നോക്കി നിൽക്കുന്നതും യേശുക്രിസ്തുവിനെ ആണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചാൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അവരെ നോക്കി നിൽക്കുന്നത് അവരുടെ ആഹാരമായ പുല്ലിലേക്കാണ്. കാളയും കഴുതയും നോക്കി നിൽക്കുന്നത് പുൽത്തൊട്ടിയിൽ തുറന്നു വീണ യേശുവിനെയല്ല, അവരുടെ ആഹാരമായ പുല്ലിനെയാണ്. ആ പുല്ലിൽ പിറന്നു വീണ യേശുക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് ജീവൻ പ്രാപിക്കണമെങ്കിൽ ഈ കാലിത്തൊഴുത്തിൽ പിറന്നു വീണ യേശുക്രിസ്തുവിനെ, അവൻ്റെ തിരുശരീര രക്തങ്ങളെ ഏറ്റെടുക്കുവാനുള്ള ഒരു ആർജവം നമുക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 53-ഉം 54-ഉം വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ശരീരം ഭക്ഷിക്കുന്നതും അല്ലെങ്കിൽ ആ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നതിലുള്ള ഒരു വലിയ അനുഗ്രഹത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മീഖാ പ്രവചനം 5:2 നമ്മൾ കണ്ടു, ബേത്ലഹേമിൽ യേശുക്രിസ്തു ജനിക്കുമെന്നുള്ള പ്രവചനം. ഭൂമിശാസ്ത്രപരമായി നമ്മൾ പരിശോധിച്ചാൽ ഇസ്രയേൽ എന്ന് പറയുക ലോകത്തിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ്. ഈ ലോകത്തിൻ്റെ സെൻറ്റർ ആകേണ്ടിയിരിക്കുന്നവൻ, ഈ ലോകത്തിൻ്റെ സെൻറ്ററിലായിരിക്കുന്ന ഇസ്രായേലിലെ ബേത്ലഹേമിൽ ജനിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, അതിൻ്റെ പിന്നിലും ദൈവം ഒരു വലിയ സത്യത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ബേത്ലഹേം എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് തരാതരങ്ങളിലുള്ള അനേകം ബ്രെഡുകൾ അല്ലെങ്കിൽ അനേകം അപ്പങ്ങൾ ലഭിക്കുന്ന ഒരു ദേശമാണ്. ബേത്ലഹേമിലാണ് നിരവധി തരത്തിലുള്ള ബ്രെഡുകൾ നമുക്ക് ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. ബേത്ത് എന്ന് പറഞ്ഞാൽ ഹൗസ് എന്നും ലഹേം എന്ന് പറഞ്ഞാൽ
അപ്പങ്ങൾ എന്നുമാണ്, ബ്രെഡ് എന്നുമാണ് അതിൻ്റെ ഒരു അർത്ഥം. ബേത്ത് എന്ന് പറഞ്ഞാൽ ഹൗസ്, ലഹേം എന്ന് പറഞ്ഞാൽ ബ്രെഡ്. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, അപ്പങ്ങളുടെ നാടാണ് ബെത്ലഹേം എന്ന് പറയുക. ഈ അപ്പങ്ങളുടെ നാട്ടിൽ യേശുക്രിസ്തു ജനിച്ചിട്ട് വിളിച്ചു പറഞ്ഞു, ഈ ഒരു അപ്പവും ഒരു ബ്രെഡും ഹല്ലേലൂയ എൻ്റെ ശരീരത്തിന് അപ്പുറമായി വരികയില്ല. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഞാനാണ് ജീവന്റെ അപ്പം എന്ന് പറഞ്ഞ് ആ ബെത്ലഹേമിൽ യേശുക്രിസ്തു ജനിക്കുന്നതിൻ്റെ കാരണവും വേറൊന്നുകൊണ്ടുമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ അവൻ ജനിച്ച് വീണത് കാൽവരിയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ്. കാൽവരിയിൽ അവൻ്റെ ശരീരം അടിച്ചു പൊളിച്ച് പറയാ നമുക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ കുരിശു മരണം അനിവാര്യമായത് മാറ്റിവെക്കാൻ പറ്റാത്തതായതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം തൻ്റെ ഏകജാതനെ മറിയത്തിൻ്റെ ഉദരം കടമെടുത്തുകൊണ്ട് ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ഓർത്തുകൊള്ളുക, അത് ജീവിക്കാനല്ല, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിക്കുക. ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ വ്യക്തിയും ഇവിടെ ജീവിക്കാനാണ് ജനിച്ചു വീഴുന്നതെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജനനമെന്ന് പറയുക ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവനിൽ എത്തണമെന്നുള്ള പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് കാൽവരിയിലേക്കുള്ള യാത്രയ്ക്ക് തൻ്റെ ശരീരം പങ്കുവെച്ച് തരുവാൻ നമുക്ക് വേണ്ടി സ്വർഗം തുറന്നിറങ്ങി വന്ന് ജീവിക്കുന്ന ഒരു ദൈവമാണ് യേശുക്രിസ്തു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഇന്ന് കാലഘട്ടം മാറി മറിഞ്ഞു. ജനം ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടമായി മാറി. ഇന്ന് ജനം അന്ധകാരത്തിലാണ്. അതാണ് യേശയ്യാ പ്രവാചകൻ 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ വെളിപ്പെടുത്തുന്നത്. യേശുക്രിസ്തു ജനിച്ചാൽ, ഹൃദയത്തിൽ ജനിച്ചാൽ അത് അനുഗ്രഹമാണ്. നമുക്കറിയാം, യേശുക്രിസ്തു ജനിച്ചു എന്ന് പറയുന്ന സമയത്ത് ജ്ഞാനികൾ നക്ഷത്രം കണ്ടാണ് ആ ശിശു ജനിച്ച സ്ഥലത്തേക്ക് കടന്നു പോവുകയും അവിടെ ചെന്ന് ശിശുവിനെയും അമ്മയായ മറിയത്തെയും കാണുകയും യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തത്. ഓർത്തുകൊള്ളുക, ജ്ഞാനികളെ അങ്ങോട്ട് നടത്തിയത് ഒരു നക്ഷത്രമാണെങ്കിൽ അവിടെയും ഒരു വെളിച്ചം നമ്മളെ സത്യത്തിലേക്ക് ഒരു എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടേക്ക് നമ്മളെ നയിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഉൽപ്പത്തി 1:3 ഒരു വെളിച്ചം ദൈവം സൃഷ്ടിച്ചു. ആ വെളിച്ചത്തെ കൂട്ടിമുട്ടിയ സൗൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ കൂട്ടിമുട്ടി ജീവിതം മാറി മറിഞ്ഞു. നമ്മൾ മുന്നോട്ട് കടന്നു പോയാൽ ഈ ലോകത്ത് സൂര്യൻ്റെ വെളിച്ചത്തെ ദൈവം സൃഷ്ടിച്ചത് 4-ാമത്തെ ദിവസമാണ്. അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 14 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ എടുക്കുമ്പോഴാണ് ഈ ലോകത്ത് ദൈവം സൂര്യനെ ചന്ദ്രനെ സൃഷ്ടിക്കുക. എന്നാൽ ഈ സൂര്യനും ചന്ദ്രനും ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ലോകം സൃഷ്ടിച്ച ലോകത്തിലെ ആദ്യത്തെ 3 ദിവസം ഈ ലോകത്ത് സൂര്യനില്ലായിരുന്നു, പക്ഷേ ലോകത്ത് വെളിച്ചമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇനി കാലഘട്ടം മുന്നോട്ട് കടന്നു പോകുമ്പോൾ ബൈബിൾ എടുത്താൽ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ, വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ബൈബിൾ പറഞ്ഞു, ആകാശം മാറും, ഭൂതലം മാറ്റപ്പെടും, മാറ്റമില്ലാത്തത് ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമാണ്. ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അത് വചനം മാംസം ധരിച്ചു, കൃപയും സത്യവും നിറഞ്ഞ് നമ്മുടെ ഇടയിൽ വസിച്ചു. പ്രിയപ്പെട്ട ദൈവത്തെ ജനമേ, വചനം മാംസം ധരിച്ച് ഇന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് യേശു ക്രിസ്തുവാണ്. എന്നാൽ 21-ാം അധ്യായം വെളിപ്പാടിൽ ആകാശം മാറുമെന്ന പ്രവചനത്തെ നമുക്ക് കാണുവാൻ പറ്റും. അവിടെ പുതിയ ആകാശം കടന്നു വന്നു, പുതിയ ഭൂമി കടന്നു വന്നു, സമുദ്രങ്ങൾ ഇല്ലാതെയായി, എല്ലാം പുതിയതായി എന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ്. നമ്മൾ മുന്നോട്ട് കടന്നു പോയാൽ 21-ാം അധ്യായത്തിൻ്റെ 22 തൊട്ട് നമ്മൾ വായിച്ചാൽ ഈ ലോകത്ത് ബൈബിൾ ഇങ്ങനെ പറയുന്നു, നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല. യോഹന്നാൻ ശ്ലീഹ പത്മോസ് ദ്വീപിൽ ഇരുന്ന് കണ്ട കാര്യം എഴുതി വെക്കുകയാണ്. ഞാൻ
നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല. എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം. പിന്നീട് ഇങ്ങനെ തുടരുകയാണ്, നഗരത്തിന് പ്രകാശം നൽകുവാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. അതിൻ്റെ ദീപം കുഞ്ഞാടാണ്. അതിൻ്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യോഹന്നാൻ ശ്ലീഹ പറയുന്നു, നഗരത്തിൽ ദേവാലയം കണ്ടില്ല, അല്ലെങ്കിൽ അവിടെ ദൈവവും കർത്താവും സർവശക്തനും കുഞ്ഞാടുമാണ് അതിന് പ്രകാശം നൽകുക. അതിൻ്റെ ദീപം കുഞ്ഞാടാണ്. ആ കുഞ്ഞാടാകുന്ന ജീവിക്കുന്ന ഒരു ദൈവം യേശുക്രിസ്തു ലോകത്തെ പ്രകാശിപ്പിക്കുമെന്ന് വെളിപ്പെടുത്തുമ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നില്ല എങ്കിൽ ഈ പ്രകാശത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ആവില്ല. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം പറയുന്നുണ്ട്, ദൈവം പ്രകാശമാണ്. നമ്മൾ ആ പ്രകാശത്തിൽ സഞ്ചരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ ദൈവത്തോട് കൂട്ടായ്മ ഇല്ല എന്ന് വചനം വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ആകാശം ഇല്ലാതെയാകും, ഭൂമി ഇല്ലാതെയാകും, നിലനിൽക്കുന്നത് ഒന്നേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം മാംസം ധരിച്ച യേശുക്രിസ്തു മാത്രമേ നിലനിൽക്കത്തുള്ളൂ. യേശുക്രിസ്തു മാത്രമേ ഈ ലോകത്ത് നിലനിൽക്കുന്നതായിട്ടുള്ളൂ. ഈ കാണുന്നതെല്ലാം ഇല്ലാതെയാകും. എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഓടുന്നത് അതെല്ലാം വിഫലമാകും. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഇന്ന് നമ്മുടെ ആത്മാവിൻ്റെ ആ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തുവാകുന്ന യേശുക്രിസ്തുവാകുന്ന ജീവിക്കുന്ന ദൈവത്തെ നെഞ്ചോട് നിങ്ങൾ ചേർത്ത് പിടിക്കണം. കാരണം ഒരുവൻ പോലും നഷ്ടമാകരുത് എന്ന ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും പൂർത്തീകരിക്കപ്പെടണം. ഇന്നത്തെ ദിവസം ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരും ആഘോഷങ്ങളുടെ പിന്നാലെയാണ്. കേക്കിൻ്റെ മധുരവും നക്ഷത്രത്തിൻ്റെ തിളക്കവും ലൈറ്റുകളുമായി നിങ്ങൾ ആഘോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓർത്തുകൊള്ളുക, ഈ ലോകത്ത് പ്രകാശം തരുവാൻ ഒരുവനേ ഉള്ളൂ, അത് നസ്രായനായ യേശുക്രിസ്തുവാണ്. ഉൽപ്പത്തി 1:3 വെളിപ്പെട്ട പ്രകാശം, സെൻറ്റ് പോളിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ വെളിച്ചം, ഈ ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ ദൈവം കരുതി വച്ചിരിക്കുന്ന ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിനെ നമ്മുടെ നെഞ്ചോട് ചേർത്തു പിടിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മൾ ഇല്ലാതെയാകും. ഒരുവാൻ പോലും നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്ലാനും ദൈവത്തിൻ്റെ പദ്ധതിയും സാത്താനിക മണ്ഡലങ്ങൾ തകർക്കുവാൻ നോക്കുന്നുവെങ്കിൽ ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുക? മക്കൾക്ക് വേണ്ടിയാണോ? മാതാപിതാക്കൾക്ക് വേണ്ടിയാണോ? സഹോദരങ്ങൾക്ക് വേണ്ടിയാണോ? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. നിങ്ങളുടെ ജീവിതം എന്താ പറയുക, ഈ ലോകത്തിനപ്പുറം നിത്യതയുടെ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കടന്നു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, സ്വർഗത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു മഹനീയ കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ രൂപമെടുത്ത് യേശുക്രിസ്തു മറിയത്തിൻ്റെ ഉദരം കടമെടുത്ത് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് കാൽവരിയിലേക്ക് കടന്നുപോയി കുരിശുമരണം വരെ തന്നെ താഴ്ത്തിയെങ്കിൽ ക്രിസ്തുവിൻ്റെ ഈ ജനനമാണ് ലോകത്തുള്ള ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ അനുഗ്രഹമെന്ന് തിരിച്ചറിയണം. ഇത് തിരിച്ചറിയാതെ പോകുന്നതാണ് ആത്മീയമായ അപകടം. ഇത് തിരിച്ചറിയാതിരിക്കുവാൻ ഈ ലോകം അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ദേവൻ സകല മേഖലകളെയും എന്താ പറയുക നമ്മുടെ മുമ്പിൽ ഇരുട്ടാക്കി അന്ധകാരമാക്കി നമ്മളെ ഈ സത്യത്തിലേക്ക് ഈ പ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവരത്തില്ല. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഘോഷങ്ങൾക്കപ്പുറമായി യേശുവിനെ നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജനനം നമ്മുടെ ഹൃദയത്തിൽ ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലേക്ക് ക്രിസ്തു ജനിക്കുവാനുള്ള അവസരമായി ഈ കാലഘട്ടത്തെ നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മളെ കാത്തിരിക്കുന്നത് അപകടമായിരിക്കും. കാരണം യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് പ്രഖ്യാപിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും രക്ഷ സൗജന്യമായി കടന്നു വരും. ആ രക്ഷ നൽകുവാനാണ് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായി ഒരു രക്ഷകൻ ഇന്ന് നമുക്കായി ബേത്ലഹേമിൽ ജനിച്ചത്. ആ ജനനത്തിൻ്റെ സത്യത്തെ ആണ് എന്താ പറയുന്നത്, ഇടയരോട് ദൂതന്മാർ
അറിയിച്ചത്. ഇത് നമ്മളും ലോകത്തെ അറിയിക്കണം. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് യേശുക്രിസ്തു ജനിക്കുക. ലോകത്തിൻ്റെ രക്ഷകൻ. അത് ക്രിസ്ത്യാനികളുടെ മാത്രം രക്ഷകനല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. മാനവകുലത്തിന് മുഴുവൻ രക്ഷകനായി ഈ ലോക ചരിത്രത്തിൽ ഒരു ദൈവമുണ്ടെങ്കിൽ അത് നസ്രായനായ യേശുക്രിസ്തു മാത്രമാണ്. അവൻ കാലിത്തൊഴുത്തിൽ പിറന്നു വീണുവെങ്കിലും അവൻ ജീവനുള്ള ദൈവമാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ചവനാണ്. സൃഷ്ടാവായ ദൈവമാണ്. സകലത്തിൻ്റെയും അധികാരിയാണ്. എന്താ പറയുക, അത്രത്തോളം ഈ എളിമയോടെ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയായി മാറിയ ജീവിക്കുന്ന ഒരു ദൈവത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സമൂഹത്തോട് വിളിച്ചു പറയണം. എന്താ പറയുക, ലോകം മുഴുവനും എന്താ പറയുക, ഈ സത്യത്തെ വിളിച്ചു പറയുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഈ എന്താ പറയുക മുഴുവൻ 73 പുസ്തകങ്ങളും ചേർത്ത് വെച്ച് ഒരൊറ്റ വചനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചെങ്കിൽ, ലോകത്തെ സ്നേഹിച്ച ദൈവം തൻ്റെ ഏകജാതനെ മറിയത്തിൻ്റെ ഉദരത്തിലൂടെ ഈ ലോകത്തിലേക്ക് തന്നത് നമ്മൾ രക്ഷ പ്രാപിക്കാനാണ്. ഈ രക്ഷയുടെ സന്ദേശത്തെ ഏറ്റെടുത്തുകൊണ്ട് ഈ ക്രിസ്മസിൻ്റെ സന്തോഷം നമ്മുടെ എന്താ പറയുക സഹോദരങ്ങളിലേക്ക്, നമ്മുടെ അടുത്തുള്ള നമ്മളെ കൂട്ടിമുട്ടുന്ന ഓരോ വ്യക്തികളിലേക്കും എത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, സ്വർഗം സന്തോഷിക്കും. അങ്ങനെയെങ്കിൽ എന്താ പറയുക, പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന ഗബ്രിയേൽ മലാഖ പറഞ്ഞില്ലേ, നീ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. പരിശുദ്ധ അമ്മ എന്താ പറയുക ഗബ്രിയേൽ മാലാഖ പറഞ്ഞത് ഏറ്റെടുത്തുവെങ്കിൽ, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മറ്റൊന്നും ചിന്തിക്കാതെ ഇതെങ്ങനെ സംഭവിക്കുമെന്നൊക്കെ ചോദിച്ചുവെങ്കിലും പരിശുദ്ധാത്മാവ് വരുമെന്നും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമെന്നും ഒക്കെ തിരിച്ചറിഞ്ഞ പരിശുദ്ധ അമ്മ അത് ഏറ്റെടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇത് ഏറ്റെടുക്കുവാൻ പറ്റുമെങ്കിൽ പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ നമുക്ക് പറയുവാൻ പറ്റും, എൻ്റെ ചിത്തവും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുമെന്ന് നമുക്കും പറയുവാൻ പറ്റും. നിങ്ങൾ പരിശുദ്ധ അമ്മയെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ ക്രിസ്മസിൻ്റെ ഈ ഒരു സമയത്ത് പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന്, അല്ലെങ്കിൽ ഇതാ കർത്താവിൻ്റെ ദാസനെന്ന് പറഞ്ഞ് യേശുവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, യേശുക്രിസ്തു ഹൃദയത്തിൽ ജനിക്കുവാൻ തക്കവിധമുള്ള ഒരു വഴി നിങ്ങൾ തുറക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് ചില പ്രതികൂലങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം, ചില പാപത്തിൻ്റെ മേഖലകളൊക്കെ വന്നിട്ടുണ്ടാകാം, ചില വിഷമങ്ങളും സങ്കടങ്ങളും വന്നിട്ടുണ്ടാകാം, എല്ലാം ഒന്ന് മാറ്റിവെച്ച് ഈ ദൈവത്തിൻ്റെ വചനത്തിലേക്കൊന്ന് കടന്നു വന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എന്താ പറയുക, സ്വർഗം സംസാരിക്കുന്ന, പരിശുദ്ധ അമ്മയോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയെക്കുറിച്ചൊക്കെ പറയുന്ന ആ മേഖലകളെ ഒക്കെ ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ഇരുന്ന്, ദൈവമേ എൻ്റെ സങ്കടങ്ങളെയൊക്കെ ഒന്ന് മാറ്റുവാൻ തക്കവിധം എൻ്റെ ഉള്ളിൽ എൻ്റെ യേശു ഒന്ന് ജനിച്ച് വീഴുന്ന ഒരു അനുഗ്രഹം, എൻ്റെ ഉള്ളിൽ എൻ്റെ യേശുക്രിസ്തു കടന്നു വരുന്ന ഒരു അനുഗ്രഹം എനിക്കുണ്ടാകണം. എവിടെ അന്ധകാരമുണ്ടോ ആ മേഖലകളിൽ ഇന്ന് പ്രകാശം കടന്നു വരണം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ ലോകത്ത് നിന്ന് സൂര്യൻ ഇല്ലാതെയാകും, ചന്ദ്രൻ ഇല്ലാതെയാകും, ഈ ലോകത്ത് പ്രകാശം തരുന്ന സകലതും ഇല്ലാതെയാകും. പക്ഷേ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചമുണ്ട്. അത് നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവിക തേജസ്സാണ് എന്ന് സാവൂൾ എന്ന ചെറുപ്പക്കാരൻ എന്താ പറയുക സെൻബോളായി മാറിമറിഞ്ഞതിന് ശേഷം നമ്മളോട് സംസാരിച്ചുവെങ്കിൽ ആ ഒരു വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഏറ്റെടുക്കണം. എന്താ പറയുന്നത്, അന്ധകാരത്തിൽ നിന്നും പ്രകാശം ഉദിക്കട്ടെ എന്ന് കൽപ്പിച്ച അതേ ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ആ പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇന്ന് പ്രകാശിപ്പിക്കുന്നത് എന്ന് പറയുവാൻ സെൻറ്റ് പോളിന് സാധിച്ചുവെങ്കിൽ ആ പ്രകാശം മാത്രമേ ഈ ലോകത്തിൽ നിലനിൽക്കത്തുള്ളൂ. ആ പ്രകാശമാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലേക്ക് കടന്നു വന്നത്. ആ പ്രകാശം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഈ ആകാശം മാറിയാലും ഭൂതലം മാറ്റപ്പെട്ടാലും ലോകം തന്നെ ഇല്ലാതെയായാലും നിങ്ങൾ ക്രിസ്തുവിൻ്റെ നെഞ്ചിലുണ്ടാകും എന്ന് നിങ്ങൾ തിരിച്ചറിയുക. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ ഈ ഒരു സന്ദേശം നിങ്ങളുടെ നെഞ്ചത്ത്, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു മാറ്റമുണ്ടാക്കുവാൻ സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ
എല്ലാം മറന്ന് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക്, യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നിങ്ങൾ തിരികെ വരിക. പരിശുദ്ധ സഭയിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ, പരിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യും എന്ന ബോധ്യത്തിൽ ക്രിസ്മസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക്, എല്ലാ നന്മകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഈ ഒരു വചനദീപ്തി ശുശ്രൂഷ ഇവിടെ എന്താ പറയുന്നത്, നിങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തുടർന്നുകൊണ്ടേ ഇരിക്കും. ഈ ഒരു എന്താ പറയുക ശുശ്രൂഷയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാ മക്കളും വചനദീപ്തിയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഈ ഒരു ക്രിസ്മസിൻ്റെ സകല അനുഗ്രഹങ്ങളും, ദൈവത്തിൻ്റെ വചനം അനുവദിക്കുന്ന സകല അനുഗ്രഹങ്ങളും നന്മകളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, യേശുക്രിസ്തുവിൻ്റെ ജനനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ, ആത്മാവിൽ യേശുവിനെ സ്വീകരിക്കുവാൻ, ഇനി അങ്ങോട്ട് വചനമനുസരിച്ച് ജീവിക്കുവാൻ, പരിശുദ്ധ രക്തത്തിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച്, ദൈവവചനത്തിൽ ആശ്രയിച്ച്, പരിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ച് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാം നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.